ഒരു 3.5 വയസ്സായ കുട്ടിക്ക് ഒരു സ്ലീവ് വെട്ടണത് എങ്ങനെയാണെന്ന്. എന്നിട്ട് നമ്മുടെ ഒരു മഴത്തുള്ളിയില്ലേ, മഴത്തുള്ളിയുടെ ഒരു ഡിസൈനും വേണമെന്ന് പറഞ്ഞു. അപ്പം അത് എങ്ങനെയാണെന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പം അളവാക്കാക്ക ചേച്ചിയൊരു ഉദ്ദേശം അളവ് പറഞ്ഞാൽ മതി, ഞാനത് അളന്നെടുത്ത് വെട്ടിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് മുമ്പ് എങ്ങനെയാണ് അതിൻ്റെ അളവെടുക്കണേന്ന് ആ കുട്ടിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഷോപ്പിൽ വന്നിരുന്ന വെച്ചാൽ കുട്ടിയായിരുന്നത്. എന്തുണ്ടെങ്കിലും അവൾ ഓടി വരും. അപ്പോൾ ആ കുട്ടിയുടെ കൈയുടെ ഇറക്കം 12 അത് നമുക്ക് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. 12. അപ്പോൾ 12 ഞാൻ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടിട്ടുണ്ടേ. ഇനി ദേ ഇവിടെ നമുക്ക് ആംഹോളൊക്കെ എങ്ങനെ അളവെടുക്കണമെന്ന് അവൾക്കറിയാം. അപ്പോൾ ഞാൻ ദേ ഇവിടെ ഒരു 5.5 ഇഞ്ച് കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഈ മഴത്തുള്ളിക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ പുള്ളി ഇത് എന്നോട് ചോദിച്ചേക്കണത്. അപ്പോൾ നമുക്ക് ആ മഴത്തുള്ളിയും പരക്കണമല്ലോ. അപ്പോൾ കൈ എങ്ങനെയാണ് വെട്ടണേ, അപ്പോൾ എങ്ങനെയാണ് സ്ലീവ് വെട്ടണത് വെച്ചപ്പോൾ ഇതേ ഒരു 2 ഇഞ്ച് ഞാൻ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് കൈ വരക്കണത് അതുപോലെ ഒന്ന് വരച്ചേക്കുക. കണ്ടോ, കൈ ഇതുപോലെ നമ്മളൊന്ന് വരച്ചെടുത്തു. ഇതാണ് തയ്യൽ തുമ്പ്, ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ. എന്നിട്ട് അടിവണ്ണം 2.5 അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എത്രയാണോ നമ്മുടെ തയ്യൽ തുമ്പ് എടുത്തേക്കണത് അതിവിടെ ഒന്ന് അടയാളപ്പെടുത്തിയേക്കാം. അപ്പോൾ 1 ഇഞ്ചാണ്. അത് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്കിത് സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കാം. എല്ലാം റെഡി ആയാലും നമ്മുടെ സ്ലീവ് വെക്കണത് റെഡി ആയില്ലെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, ഭംഗി കിട്ടൂല. സ്ലീവ് ഭംഗിയായിട്ട് തന്നെ നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടിയുടെ സ്ലീവ്. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. പിന്നെ കുട്ടികൾക്ക് ഫ്രണ്ട് കൈ കുഴിച്ച് വെട്ടണമെന്നില്ല, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വെട്ടാം. നമ്മൾ സ്ലീവ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട്, അപ്പം ഞാൻ ഇതൊക്കെ പേപ്പറിൽ കട്ട് ചെയ്യണത് വേറെ ഒന്നുമല്ല, എനിക്ക് ഈ സ്ലീവ് വേണ്ടാത്തതാണല്ലോ, സംശയം തീർത്തൊന്ന് വെട്ടണമെന്ന് മാത്രമേ ഉള്ളതേ. അപ്പോൾ നമ്മൾ സ്ലീവ് വെട്ടിയെടുത്തു. കണ്ട, ഇനിയാണ് നമുക്ക് വേണ്ടത് മഴത്തുള്ളി, അതൊന്ന് വരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഷോൾഡർ ഇവിടെ ഇല്ലേ, ഇത് ഇവിടം കണ്ട് കൈ ആണ് വന്നത്, അവിടേക്ക് നമുക്കതൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ അത് എത്രത്തോളം ഉള്ളകലമൊക്കെ വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? നമ്മൾ മഴത്തുള്ളി ഇതുപോലെ ഒന്നങ്ങാട് ആക്കി എടുത്തിട്ടുണ്ട്. മുകളിൽ നിന്ന് മഴ താഴത്തേക്ക് വന്ന് വീഴുമ്പോൾ ഒരു കൊമള പോലെയല്ലേ വന്നത്, അതാണത്. അപ്പം ഞാൻ മഴത്തുള്ളിനെ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണുണ്ട്. അപ്പം നമ്മൾ മഴത്തുള്ളി കട്ട് ചെയ്ത് മാറ്റി. കണ്ട, നോക്ക്, മഴത്തുള്ളിനെ കിട്ടിയില്ലേ നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ മഴത്തുള്ളി സ്ലീവ് എന്നും പറയാം. ഇപ്പോൾ ഇന്നലെ വിളിച്ചിട്ടാണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം, വീഡിയോ എടുത്ത് നിനക്ക് വാട്സപ്പിൽ ഇട്ടിട്ട് പറഞ്ഞു. ഇല്ല ചേച്ചി, അത് വീഡിയോ ഇട്ട് ചെയ്തോന്ന് പറഞ്ഞു. അപ്പം ഞാനത് വീഡിയോ ഇട്ട് ചെയ്തതാണേ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണം കേട്ടോ. അപ്പോൾ ചെറിയ ജലദോഷവും പനിയൊക്കെ മാറിയിട്ടില്ല, അതുകൊണ്ട് സുഖമല്ല നമുക്ക്.